സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ജൂൺ 13 വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ വായിച്ചായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുകയാണ്, അങ്ങ് എനിക്ക് നൽകിയ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തി എന്ന് പറയുകയാണ്. ദൈവം ഒരു ദൗത്യം ഈശോയെ ഏൽപ്പിക്കുന്നു. ഈശോ ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകുകയാണ്. അല്ലെ, ദൈവം നൽകിയിരിക്കുന്ന മഹത്വം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ, നമ്മളത് ഫുൾഫിൽ ചെയ്യുമ്പോൾ ദൈവത്തിന് മഹത്വം നൽകപ്പെടുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കുന്ന വിശുദ്ധ അന്തോണീസ് അല്ലെ, തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു ദൗത്യം ഉണ്ടായിരുന്നു. ആ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിന് മഹത്വം നൽകിയിരുന്നവനാണ് ഇന്നും അല്ലെ, മരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നും അദ്ദേഹത്തിന്റെ പേരിലൂടെ ദൈവത്തിന് മഹത്വം നൽകപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ ആ വചനഭാഗത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ പറയുകയാണ്, പത്രോസൊക്കെ നടന്നു പോയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിഴലെങ്കിലും പതിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടന്നു പോകുന്ന വഴിയുടെ സൈഡില് രോഗികളൊക്കെ കിടത്തുമായിരുന്നു എന്ന് പറയുകയാണ്. അല്ലെ, പത്രോസ് നടന്നു പോകുമ്പോൾ നിഴല് പതിക്കുമ്പോൾ പോലും സൗഖ്യം ലഭിക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം മനോഹരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരിലൂടെ ജനം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ദൈവം എനിക്കൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. ആ ദൗത്യം ഞാൻ പൂർത്തീകരിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. എന്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്